നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. ഉത്തരാഖണ്ഡിൽ കോൺഗ്രസ് സർക്കാർ വിശ്വാസ വോട്ട് നേടി. ഹരീഷ് റാവത്ത് സർക്കാരിന് അനുകൂലമായി 34 വോട്ടുകൾ. ഒരു BJP MLA സർക്കാരിനെ പിന്തുണച്ചു. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ. ജനാധിപത്യത്തിന്റെ വിജയമെന്ന് കോൺഗ്രസ്, വിലയ്ക്ക് വാങ്ങിയ വിജയമെന്ന് BJP. വിഷയത്തിൽ പ്രക്ഷുബ്ധമായി രാജ്യസഭ. പ്രചാരണ കൊടുമുടിയിൽ കേരളം. ആവേശം പകർന്ന ദേശീയ നേതാക്കൾ. സോമാലിയ എന്ന് വിളിച്ച് മോദി കേരളത്തെ അപമാനിച്ചുവെന്ന് മുഖ്യമന്ത്രി. TP വധത്തിലെ CBI അന്വേഷണം അട്ടിമറിച്ചതും കേന്ദ്രം. ഉമ്മൻചാണ്ടി സംഘപ്രചാരകനെ പോലെ BJPക്ക് വിടുപണി ചെയ്യുന്നുവെന്ന് VS. പോരാട്ടം കടുത്തതെന്ന് സംബന്ധിച്ച് UDF സെക്രട്ടറി. അഴിമതി ആരോപണം ഒരു വിഭാഗം വോട്ടർമാർ വിശ്വസിച്ചുവെന്ന് ജോണി നെല്ലൂർ. മധ്യകേരളം UDFന് കഠിനം. തുടർഭരണമുണ്ടായാൽ ജനവിരുദ്ധ തീരുമാനങ്ങൾ ഉണ്ടാകില്ലെന്ന് VM സുധീരന്റെ ഉറപ്പ്. ജിഷ കൊലക്കേസിൽ അന്വേഷണ വല വിപുലമാക്കി പോലീസ്. കുറുപ്പംപടിയിലെ 800ഓളം പേരുടെ വിരലടയാളം ശേഖരിച്ചു. സഹോദരി ദീപയെ ഇന്നും ചോദ്യം ചെയ്തു. ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് പോലീസ്. അഗസ്റ്റ വെസ്റ്റ് സ്റ്റാൻഡിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. പ്രതിപക്ഷം നടുത്തളത്തിൽ. മോദിയുടെ സോണിയ വിരുദ്ധ പരാമർശത്തിൽ നടപടി വേണമെന്ന ആവശ്യം. അഴിമതി കഥ പുറത്തു വരുമ്പോഴാണ് സോണിയയ്ക്ക് ദേശസ്നേഹം ഉണരുക എന്ന് അമിത്ഷാ. മോദിയുടെ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ നിലപാട് കടുപ്പിച്ച് ആം ആദ്മി. പുറത്തുവിട്ട സർട്ടിഫിക്കറ്റിലെ പാകപ്പിഴകൾ ചൂണ്ടിക്കാട്ടി ആക്രമണം. ആധികാരികത തേടി ആം ആദ്മി നേതാക്കൾ ദില്ലി സർവകലാശാലയിൽ. സർട്ടിഫിക്കറ്റ് വ്യാജമല്ലെന്ന് VC. തൃശൂരിലെ സോണിയാഗാന്ധിയുടെ റാലിക്കിടെ വൻ സുരക്ഷാ വീഴ്ച. വേദിക്ക് സമീപം പൊട്ടാതെ കിടന്ന കതിന കണ്ടെത്തി. ഭീഷണി ഉയർത്തിയ ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തു. ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന്. 12ാം ക്ലാസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം കുറഞ്ഞു. 125 കുട്ടികൾക്ക് മുഴുവൻ മാർക്ക്. വിജയശതമാനം കൂടുതൽ കണ്ണൂരിൽ, കുറവ് പത്തനംതിട്ടയിൽ. ന്യൂസ് ടുഡേയിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് തുടർഭരണം ലക്ഷ്യമിട്ട് അരയും തലയും മുറുക്കിയാണ് അന്തിമഘട്ടത്തിൽ UDF പ്രചരണം നടത്തുന്നത്. വികസനത്തിനൊപ്പം വർഗീയതയും പ്രചാരണ ആയുധമാക്കാൻ UDF നേതൃത്വം ശ്രമിക്കുന്നു. എന്നാൽ മധ്യകേരളത്തിൽ അപ്രതീക്ഷിതമായ മത്സരം ചില മണ്ഡലങ്ങളിൽ നടക്കുന്നുണ്ടെന്ന് UDF സെക്രട്ടറി ജോണി നെല്ലൂർ പറഞ്ഞു. വികസനത്തിനായി തുടർഭരണമെന്ന മുദ്രാവാക്യവുമായാണ് ഉമ്മൻചാണ്ടിയും UDFും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയത്. തുടക്കത്തിൽ ഭൂമിദാനവും സ്ഥാനാർത്ഥി നിർണയവും ഉണ്ടാക്കിയ കാർമേഘങ്ങൾ അവസാന ഘട്ടമെത്തിയപ്പോൾ നീങ്ങിയെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. മെട്രോയും വിഴിഞ്ഞവും കണ്ണൂർ വിമാനത്താവളവും പ്രചരണത്തിന്റെ മുൻപന്തിയിൽ നിർത്തി ശ്രദ്ധ വികസനത്തിലേക്ക് തിരിക്കാൻ UDF നേതാക്കൾ ആദ്യഘട്ടത്തിൽ കിണഞ്ഞു പരിശ്രമിച്ചു. ചില ഇടതുമണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുക വഴി ഭരണം തിരിച്ചുപിടിക്കാനാകുമെന്ന കണക്കുകൂട്ടലുകളും നേതാക്കൾക്കുണ്ട്. എന്നാൽ അരുവിക്കരയിലെ അടവ് മുഖ്യമന്ത്രി കുട്ടനാട് പുറത്തെടുത്തതാണ് രാഷ്ട്രീയമായി UDFനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. BJPയെ 2ാം സ്ഥാനത്ത് നിർത്തിയുള്ള പോരാട്ടമാണ് നടത്തുന്നതെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം മുതിർന്ന നേതാക്കൾ തിരുത്തിയത് അപകടം മുന്നിൽ കണ്ടായിരുന്നു. ജിഷ വധക്കേസിലെ പ്രതികളെ പിടിക്കാൻ കഴിയാത്തതും സർക്കാരിനെയും UDFനെയും ഒരുപോലെ ക്ഷീണിപ്പിക്കുന്നുണ്ട്. മധ്യകേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം നടക്കുന്നുണ്ടെന്ന ജോണി നെല്ലൂരിന്റെ പ്രസ്താവന തുടർഭരണം എളുപ്പമാകുന്നില്ലെന്ന സൂചനയാണെന്നും വ്യാഖ്യാനിക്കപ്പെടുന്നു. എറണാകുളം ജില്ല UDFന്റെ ഒരു ശക്തി ദുർഗമാണ്. ആ ജില്ലയിൽ ഒരു ഘട്ടത്തിൽ 14 സീറ്റുകളും UDF വിജയിക്കുമെന്നാണ് ഞങ്ങൾ കണക്ക് കൂട്ടിയത്. ഇപ്പോഴും ഞങ്ങൾക്ക് ആ പ്രതീക്ഷയുള്ളത്. എന്നാൽ ചില മണ്ഡലങ്ങളിൽ അതിശക്തമായ മത്സരങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. സോണിയാഗാന്ധി രംഗത്തിറക്കിയാണ് അവസാന ഘട്ടത്തിൽ UDF കുതിപ്പിന് ശ്രമിച്ചത്. പ്രധാനമന്ത്രിക്ക് കേരളത്തിലെ യോഗങ്ങളിൽ വൈകാരികമായ തലത്തിലായിരുന്നു സോണിയാഗാന്ധിയുടെ മറുപടികൾ. ഇനി തിരിച്ചടികൾ ഉണ്ടായില്ലെങ്കിൽ ജയിച്ചു കയറാനാകുമെന്ന ആത്മവിശ്വാസം ഇപ്പോഴും UDF നേതാക്കൾ വച്ചു പുലർത്തുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് പഴകുളം മധു, മുതിർന്ന മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ KVS ഹരിദാസ്, മാധ്യമപ്രവർത്തകൻ R അജിത് കുമാർ, CPM നേതാവ് NC മോഹനൻ എന്നിവരാണ് വിവിധ ബ്യൂറോകളിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ പഴകുളം മധു, ഇപ്പോൾ UDFന്റെ സെക്രട്ടറി ജോണി നെല്ലൂരിൻ്റെ വിശദീകരണം താങ്കൾ കേട്ടതാണ്. ജോണി നെല്ലൂർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു റൗണ്ട് യാത്ര ചെയ്ത ശേഷമാണ് ഇന്ന് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് ചില കാര്യങ്ങൾ പറഞ്ഞത്. അതിലൊന്ന്, അഴിമതി ആരോപണം സംബന്ധിച്ച ആക്ഷേപങ്ങൾ, പ്രചാരണങ്ങൾ, അത് ജനങ്ങളിൽ കുറേ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, മധ്യകേരളത്തിൽ UDFന് പോരാട്ടം കടുത്തതാകും. നമുക്കറിയാം, മധ്യകേരളം UDFന്റെ ഒരു ശക്തി ദുർഗമാണ്. വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഇല്ലാത്ത ഒരു മേൽക്കൈ പരമ്പരാഗതമായി UDFന് മധ്യകേരളത്തിൽ ലഭിച്ചു പോരാറുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ പോരാട്ടം കടുത്തതാണ് എന്ന് ഒരു UDFന്റെ പ്രധാനപ്പെട്ട നേതാവ് പറയുമ്പോൾ ഒരു ആത്മവിശ്വാസക്കുറവ് കോൺഗ്രസ് നേതൃത്വത്തിനോ UDF നേതൃത്വത്തിനോ ഉണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സാധ്യതകൾ വല്ലാതെ വർദ്ധിച്ചു വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഒരു ചോദ്യം വിജയകുമാർ എന്നോട് ചോദിക്കുന്നത്.
ജോണി നെല്ലൂരിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്, ഓഡിയോ നമ്മൾ കേട്ടതാണ്. അതിൽ അദ്ദേഹം എന്താ പറഞ്ഞത്? എറണാകുളം ജില്ല കോൺഗ്രസ് UDFിൻ്റെ ശക്തി കേന്ദ്രമാണ്, 14 സീറ്റുകൾ വരെ നമുക്ക് ലഭിക്കാവുന്ന സാധ്യതകളുണ്ട്. എന്നാൽ ചില മണ്ഡലങ്ങളിൽ ഇപ്പോൾ നല്ല മത്സരമുണ്ട്. അതിലെന്താ തെറ്റ്? അതിനർത്ഥം UDF എങ്ങും തോക്കുന്നല്ല. എറണാകുളം ജില്ലയിൽ വലിയ മാറ്റമാണ് UDF ഉണ്ടാകാൻ പോകുന്നത്. ഏകദേശം എല്ലാ സീറ്റുകളും ജയിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. മധ്യ കേരളത്തിൽ UDFിന് ശക്തി കേന്ദ്രങ്ങളിൽ യാതൊരു കോട്ടവുമില്ല. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ വലിയ മാറ്റം UDF അനുകൂലമായി ഉണ്ടാകും. മധ്യ കേരളത്തിൽ മാത്രമല്ല, ദക്ഷിണ കേരളത്തിലും ഉത്തര കേരളത്തിലും കേരളത്തിലാകെ UDFിന് അനുകൂലമായ ഒരു തരംഗം എമർജ് ചെയ്തു വരികയാണ്. നമ്മൾ കഴിഞ്ഞ 5 വർഷം കാലം നടത്തിയ വൻപിച്ച വികസനങ്ങൾ ജനങ്ങളിൽ സാധാരണക്കാരിൽ എത്തിയിരിക്കുന്നു. കാരണം അവർക്ക് നേരിട്ട് അനുഭവമാണ്. ഓരോ വീടുകളിലും ഗവൺമെൻറ്റിൻ്റെ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഗുണഫലം എത്തിയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് ആരോട് നമ്മളത് പറയണ്ട, അവർക്കെല്ലാം അറിയാം. എത്ര പ്രചണ്ഡമായ പ്രചരണം നടത്തിയാലും എത്ര മലീഷ്യസ് ക്യാമ്പയിൻ നടത്തിയാലും UDFിനെ അങ്ങനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. അത്രമാത്രം ജനങ്ങളിൽ ഞങ്ങളുടെ പരിപാടികളും പദ്ധതികളും എത്തിയിട്ടുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പാകുമ്പോൾ വലിയ കോലാഹലങ്ങൾ നടക്കും, ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കും. അതൊക്കെ അവനവൻ ആത്മസുഖത്തിനായി നടത്തും എന്നുള്ളതല്ലാതെ ജനങ്ങളെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. പ്രചരണ രംഗത്തും UDF നല്ല മേൽക്കൈ ഇപ്പോഴുണ്ട്, മധ്യ കേരളത്തിൽ പ്രത്യേകിച്ചുകൊണ്ട്. കണ്ടോളൂ, രണ്ടാമത്തെ വിഷയം, ആദ്യത്തേതിനുള്ള വിശദീകരണം അതാണ്. 2, ഈ അഴിമതി ആരോപണങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ആക്ഷേപങ്ങൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, ജനങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയായി, കുറെ പേരെങ്കിലും അത് സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയായി ജോണി നെല്ലൂരിനെ പോലുള്ള നേതാക്കൾ കേരളത്തിലാകെ യാത്ര ചെയ്തതിനു ശേഷം പറയുകയാണ്. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന സർവേകൾ പോലും ഈ സർക്കാരിൻ്റെ അവസാന മന്ത്രിസഭാ യോഗങ്ങളിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ സർക്കാരിന് വലിയ തോതിൽ ക്ഷീണം ചെയ്തു എന്ന് വിലയിരുത്തിയിട്ടുള്ള സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ജോണി നെല്ലൂർ പറഞ്ഞ ഈ അഴിമതി ആരോപണങ്ങൾ സംബന്ധിച്ച ഈ പ്രചാരണങ്ങൾ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാകുമല്ലോ. പ്രത്യേകിച്ചും LDF സർക്കാരിനെ ആക്രമിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ അഴിമതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. തുടർച്ചയായി ഓരോ വേദികളിലും ഇടതു നേതാക്കൾ ഈ സർക്കാരിൻ്റെ അഴിമതി സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ തുടർച്ചയായി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാകും എന്നത് ജോണി നെല്ലൂർ പറയുമ്പോൾ അത് കുറെ കൂടി ഒരു UDF നേതാവ് അത് സമ്മതിക്കുന്നു എന്ന് വേണ്ടേ നമുക്ക് കരുതാൻ? ശ്രീ മധു, താങ്കൾക്ക് കേൾക്കാമോ? യെസ്, എനിക്ക് കേൾക്കാം. സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ വലിയ വികസനം നടന്നൊരു കാലഘട്ടമാണ്. ഗവൺമെൻറ്റിനെതിരെ ഇന്നല്ല ഈ അഴിമതി ആരോപണങ്ങൾ വരുന്നത്. ഗവൺമെൻറ്റിൻ്റെ Day 1 തൊട്ട് തുടങ്ങിയ ആരോപണങ്ങളാണ്. ജനങ്ങളൊന്നും വിശ്വസിച്ചിട്ടില്ല. എത്രയോ തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ നടന്നു. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും UDF തന്നെ വിജയിക്കുന്നു. ഇടതുപക്ഷത്തെ പോലും അമ്പരപ്പിച്ചിട്ടുണ്ട്. അവർക്ക് അവരിൽ തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രമാത്രം സമരങ്ങൾ, കോലാഹലങ്ങൾ, പ്രക്ഷോഭങ്ങൾ, അഴിമതി ആരോപണങ്ങൾ, വ്യക്തിഹത്യകൾ, നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്തുന്ന കാര്യം എല്ലാം നടന്നില്ലേ? ഒന്നും ജനങ്ങൾക്കറിയാം. പഴയ പോലെയല്ല. CPMൻ്റെയും ഇടതുപക്ഷങ്ങളുടെയും പഴയ പ്രവർത്തന ശൈലി ഇനി യേശില്ല. കാരണം വിവര സാങ്കേതിക വിദ്യയുടെ ഗുണഫലമായി ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം. അവർക്ക് നേരിട്ട് അവർ മനസ്സിലാക്കിയാണ്. അപ്പം ഈ പഴയ പോലുള്ള മർമ്മറിങ് ക്യാമ്പയിനിലും ദേശാഭിമാനിയിൽ കൂടിയുള്ള അസത്യ പ്രചരണവും അതൊന്നും വിലപ്പോവില്ല. ജനങ്ങൾക്ക് നേരിട്ടറിയാം. അവരുടെ പ്രസംഗം കേൾക്കുമ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഇരുപുറവും അവർ കാണുന്നുണ്ട്. അപ്പം അവരുടെ പ്രസംഗം നടത്തുമ്പോൾ തൊട്ടടുത്ത നിമിഷം UDF നേതാക്കന്മാരുടെ പ്രഖ്യാപനം വരികയാണ്, പ്രസംഗം വരികയാണ്. ജനങ്ങൾ രണ്ടും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകും. കഴിഞ്ഞ 5 വർഷക്കാലം 4 മെഗാ പദ്ധതികൾ, 255 പുതിയ പാലങ്ങൾ, 11 പുതിയ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ, നിരവധി സാമൂഹ്യക്ഷേമ പദ്ധതികൾ, സൗജന്യമായി പട്ടിണി പാവങ്ങൾക്ക് അരി, 1,50,000 ചെറുപ്പക്കാർക്ക് കേരളത്തിലെ സർവകാല റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് പബ്ലിക് സർവീസ് കമ്മീഷനുടെ തൊഴിൽ, 10,503 ഏറെ വരുന്ന താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തി, എംപാനൽ ജീവനക്കാർ 2,688 പേരെ സ്ഥിരപ്പെടുത്തി. എല്ലാ മേഖലകളിലും മാറ്റമുണ്ടാക്കി. സർക്കാർ ഓഫീസുകൾ ജനങ്ങൾക്ക് പോകാം, പോലീസ് സ്റ്റേഷനുകൾ ജനങ്ങൾക്ക് പോകാം, സ്വൈര ജീവിതം കേരളത്തിൽ ഉറപ്പാക്കി. വട്ടിപ്പലിശക്കാരെയും കൊള്ളപ്പലിശക്കാരെയും കയ്യാൻ വെക്കാനുള്ള ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കളുടെ ഒരു രാഷ്ട്രീയ വിശദീകരണം തന്നെയാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ NC മോഹനൻ, ശ്രീ പഴകുളം മധുവിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ സംസ്ഥാനത്ത് UDF തരംഗമാണ് ആഞ്ഞടിക്കുന്നത് എന്നാണ്. ഇന്ന് വടക്ക് തൊട്ട് ഇങ്ങ് മധ്യ കേരളം വഴി തെക്കോട്ടേക്ക് പോകുമ്പോൾ
എല്ലാ മണ്ഡലങ്ങളിലും UDFന് സാധ്യതകൾ കുറെ കൂടി മെച്ചപ്പെട്ടു എന്നാണ് UDF നേതാക്കൾ വിലയിരുത്തുന്നത്. അവരുടെ സർക്കാരിൻ്റെ 5 വർഷത്തെ ഭരണ നേട്ടം മാത്രം മതി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തുടർഭരണം ഉണ്ടാകുന്നതിന് സാഹചര്യമൊരുക്കാൻ, അത് മാത്രം മതി എന്ന് ആവർത്തിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. സാമാന്യ രാഷ്ട്രീയ ബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ശ്രീ പഴവിളം മധുവിനെ പോലുള്ള ഒരു വിലയിരുത്തലിന് കഴിയില്ല. നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ടല്ലോ, 14ാമത് കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള ഒരു എക്സിറ്റ് പോൾ ഫലവും UDFനെ സഹായിക്കുന്നില്ല. UDFൻ്റെ പരാജയം പ്രവചിച്ചുകൊണ്ടുള്ള ഫലങ്ങളാണ് വന്നിട്ടുള്ളത് മുഴുവൻ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ ചിന്തിക്കുന്ന മനുഷ്യർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് UDFന് വീണ്ടും വോട്ട് ചെയ്യണം എന്നവരാവശ്യപ്പെടുന്നത്? ജനങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. ഏതു മനുഷ്യനും അവൻ്റെ രാഷ്ട്രീയ നിലപാട് രൂപപ്പെടുത്തുന്നതും വോട്ടവകാശം വിനിയോഗിക്കുന്നതും സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങൾ നൽകുന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ വരുമ്പോൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ UDFൻ്റെ പരാജയം കേരളത്തിലെ നല്ലവരായ ജനങ്ങൾ ഉറപ്പുവരുത്തും. മൂന്നാമത്തെ കാര്യം, ക്രമസമാധാനത്തിൻ്റെ കാര്യം മാത്രം എടുക്കൂ. ഞാൻ പെരുമ്പാവൂരിൽ ഒരു സമരമുഖത്താണുള്ളത്. എല്ലാവർക്കും അറിയാം, ജിഷ മോൾ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടിട്ടും ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടും ഇന്ന് 13 ദിവസം കഴിഞ്ഞിരിക്കുന്നു. 13 ദിവസമായിട്ടും കേരളത്തിലെ പോലീസ് DGP അടക്കം സ്ഥലം സന്ദർശിച്ചിട്ടും ഇനി ഇതിനേക്കാൾ വലിയൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പെരുമ്പാവൂരിൽ വരാനില്ലല്ലോ, ഈ കേസിൻ്റെ അന്വേഷണത്തെക്കുറിച്ച് ഇടപെടാനില്ലല്ലോ. അവരൊക്കെ ഇടപെട്ടിട്ടും ഒരു തുമ്പും കിട്ടാതെ ഇരുട്ടിൽ തപ്പുന്ന അങ്ങേയറ്റത്തെ പരാജയപ്പെട്ട ഒരു ആഭ്യന്തര വകുപ്പും ക്രമസമാധാന പരിപാലനവും കേരളത്തിലെ ജനങ്ങൾ കാണുകയല്ലേ. ഇതിൻ്റെ ഒരു മറുവശം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് സഖാവ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്നു, കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്നു. അന്ന് സൗമ്യാവധമുണ്ടായപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പില്ലേ, 30 മണിക്കൂറുകൾ കൊണ്ടാണ് ആ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന പൈശാചിക രൂപത്തെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നത്. ഇത് യാഥാർത്ഥ്യമല്ലേ? ഇന്ന് 13 ദിവസം പിന്നിട്ടിരിക്കുന്നു. പ്രതിയെ സംബന്ധിച്ച് ഒരു തെളിവുമില്ല. അന്ന് ക്രമസമാധാന പരിപാലനത്തിന് ഇന്ത്യയിലുള്ള സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ 1ാം സ്ഥാനം കേരളത്തിലാണെന്ന് കണക്കാക്കി കേന്ദ്ര ഗവൺമെൻറ് അവാർഡ് കൊടുത്ത് ആദരിച്ചു. ഇന്നോ 1263 ബലാത്സംഗങ്ങളുടെ നാണം കെട്ട കഥകളുമായി 5 വർഷത്തെ UDF ഗവൺമെൻറ്റിൻ്റെ റെക്കോർഡ് നിൽക്കുകയാണോ? 6000-ലധികം സ്ത്രീ പീഡനങ്ങളുടെ കഥകൾ നിൽക്കുകയാണോ? ഞാൻ താങ്കളിലേക്ക് വരാം. അക്കാര്യത്തിൽ പഴകുളം മധുവിന് എന്തോ ഒരു വിശദീകരണം നൽകാനുണ്ട്. ശ്രീ പഴകുളം മധു, ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടടുത്ത് നടക്കുന്ന ഒരു വിഷയം എന്ന നിലയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഉയർത്തിക്കൊണ്ട് വരാത്ത ഒരു വിഷയമാണ് ഇത്. പൊതുജനങ്ങളിൽ നിന്ന്, പൊതുസമൂഹത്തിൽ നിന്ന് സ്വയം ഉയർന്നു വന്നതാണ് ഈ പെരുമ്പാവൂരിലെ ജിഷയുടെ ക്രൂരമായ കൊലപാതകം. ആ കേസിലെ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും മാത്രമല്ല, പെരുമ്പാവൂരിലെ മുഴുവൻ ആണുങ്ങളെയും വിളിച്ച് അവരുടെ വിരലടയാളം ശേഖരിക്കുകയാണ് ഇന്ന് പോലീസ് ചെയ്യുന്നത്. തെളിവ് തേടി പോലീസ് ഏതറ്റം വരെ പോയി. എങ്ങനെ പറയും ഭദ്രമാണ് കേരളത്തിലെ ക്രമസമാധാനം? അതിനൊരു വോട്ട് ചെയ്യണമെന്ന് എങ്ങനെ UDFന് ജനങ്ങളോട് പറയാൻ കഴിയും? ഇത്രമേൽ സമ്മർദ്ദം ഗവൺമെന്റിന്റെ മേലുണ്ടായിട്ടും ഒരു പ്രതിയെ വേണമെങ്കിൽ ഗവൺമെന്റ് സൃഷ്ടിക്കാം. എവരുടെ സർക്കാരായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരുത്തനെ പിടിച്ചിട്ട് അന്യ സംസ്ഥാനക്കാരനെ പിടിച്ച് പ്രതിയാക്കി കൊടുക്കായിരുന്നു. ഞങ്ങളുടെ ഗവൺമെന്റ് അങ്ങനെയല്ല, ശാസ്ത്രീയമായി എല്ലാ അന്വേഷണവും നടത്തി പോലീസിന്റെ മേലുള്ള സമ്മർദ്ദങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് അന്വേഷണം കുറ്റമറ്റ രീതിയിൽ മുൻപോട്ട് പോവുകയും ശാസ്ത്രീയമായി കേസ് തെളിയിക്കുകയും ജിഷയുടെ കൊലപാതകളെ വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യും. സൗമ്യ വധക്കേസിൽ അച്യുതാനന്ദനാണ് പ്രതിയെ പിടിച്ച് ശിക്ഷിപ്പിച്ചതെന്ന് ഈ മോഹൻ എൻ്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞതിൽ എനിക്ക് വല്ലാതെ അത്ഭുതവും ആശ്ചര്യവും തോന്നുന്നു. ഇദ്ദേഹം എവിടെയാണ് ജീവിക്കുന്നത്? സൗമ്യ വധക്കേസിലെ പ്രതിയെ ശിക്ഷ വാങ്ങി കൊടുത്തത് ഈ ഗവൺമെന്റ് അല്ലേ? ഐക്യജനാധിപത്യ വേണ്ടി ഗവൺമെന്റ് അല്ലേ? അദ്ദേഹത്തിന് ആരാണ് ഈ വിവരം പറഞ്ഞു കൊടുത്തത്? അദ്ദേഹം പെരുമ്പാവൂരിലെ സമരഭൂമിയിൽ നിന്നാണ്. ഞാൻ ചോദിക്കട്ടെ, പെരുമ്പാവൂരിലെ MLA
സാജു പോളിനെതിരായ വൃദ്ധ മാതാവ് പറഞ്ഞ കാര്യങ്ങളിൽ അല്പമെങ്കിലും ജാള്യതയുണ്ടെങ്കിൽ, അല്പമെങ്കിലും മര്യാദയുണ്ടെങ്കിൽ ആ സാജു പോളിനെ തോളിലേറ്റിക്കൊണ്ട് ഈ പെരുമ്പാവൂരിന്റെ മണ്ണിലെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാൻ നടക്കാനുള്ള ഉളുപ്പില്ലായ്മ ഈ പാർട്ടി ഇവർക്കല്ലേ ഉണ്ടാകൂ? അവിടുത്തെ MLA, അവിടുത്തെ MP, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ, ഇവരെല്ലാം എവിടെയായിരുന്നു? ഈ സാധു കുടുംബത്തെ സഹായിക്കാൻ UDF ഗവൺമെന്റിലെ ഇവരെല്ലാം എവിടെ പോയിരുന്നു? ഈ വധക്കേസിലും സൗമ്യ വധക്കേസ് മാത്രമല്ല, ഞാൻ പറഞ്ഞു നിർത്തിക്കോട്ടെ, സൗമ്യ വധക്കേസ് മാത്രമല്ല, തൃശ്ശൂരിൽ നിഷാവ് എന്ന് പറയുന്ന ഒരു കൊലപാതകി, ഒരു മാഫിയ തലവൻ അവിടെ നടത്തിയ ഫ്ലാറ്റിൽ ഒരു കേസിലെ പ്രതിയെ പിടിക്കാൻ വൈകുമ്പോൾ മറ്റു കേസിലെ പ്രതിയെ പിടിച്ചു എന്നൊരു ന്യായം എങ്ങനെയാണ് പറയുക? നമ്മൾ സംസാരിക്കുന്നത് ഈ കേസിൽ ചന്ദ്രബോസ് വധക്കേസിലൊക്കെ പ്രോസിക്യൂഷനെ വലിയ തോതിൽ പ്രകീർത്തിച്ചിട്ടുള്ളതാണ് പൊതുസമൂഹവും മാധ്യമങ്ങളും ഒക്കെ. അതൊക്കെ ആ നിലയ്ക്ക് തന്നെയാണ് കാണുന്നത്. പക്ഷേ ജിഷയുടെ കേസിന്റെ കാര്യം പറയുമ്പോൾ ആ പ്രതിയെ കിട്ടാതെ വരുമ്പോൾ ഞങ്ങൾ സൗമ്യ വധക്കേസിലെ പ്രതിക്ക് വധശിക്ഷ വാങ്ങിച്ചു കൊടുത്തു എന്നും അല്ലെങ്കിൽ ചന്ദ്രബോസിന്റെ കേസിലെ പ്രതിക്ക് 25 വർഷത്തെ തടവ് വാങ്ങിച്ചു കൊടുക്കുന്നു എന്നുമുള്ള മറുപടി അല്ലല്ലോ പറയുന്നത്. ഈ കേസിലെ ആദ്യ ദിവസങ്ങളിൽ തൊട്ടുള്ള വീഴ്ചകൾ നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഏതെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? അന്വേഷണ സംഘത്തെ മാറ്റിയിട്ടുണ്ടോ? അവിടെ നടന്ന വീഴ്ചകൾ എണ്ണി പറഞ്ഞിട്ടും അതൊക്കെ ശരിയാണെന്ന് സമ്മതിക്കുകയല്ലാതെ ഏതെങ്കിലും ഒരു തിരുത്തൽ പ്രക്രിയ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? എന്ത് ചോദിച്ചാലും സാജു പോൾ അവിടുത്തെ MLA എന്ന മറുപടി, അതിൽ MLA എന്ന നിലയിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ MLA എന്ന നിലയിൽ ഒരു ജനപ്രതിനിധിക്ക് പറ്റാവുന്ന വീഴ്ച അവിടെ പറ്റിയിട്ടുണ്ടെന്ന കാര്യം അത് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം. പക്ഷേ അപ്പോഴും പ്രതിയെ കിട്ടാത്തതിൻ്റെ കാരണം അതല്ലല്ലോ. അത് സംസാരിക്കുമ്പോൾ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് വിഷയത്തിൽ നിന്ന് വഴിതിരിച്ചു വിടുന്നത് എന്തിനാണ്? അല്ല വിജയകുമാർ, അങ്ങനെയല്ല. ഞാൻ ക്ഷമയോടുകൂടി കേൾക്കൂ. വസ്തുതാപരമായി വിജയകുമാർ പറഞ്ഞതിൽ പല പിശകുകളുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് ഇത്രമാത്രം കോലാഹലം ഈ കേസിൽ ഉണ്ടാകുന്നത്. CPM-ഉം BJP-യും എല്ലാം ഗവൺമെന്റിനെതിരായി ഒരു രാഷ്ട്രീയ ആയുധമായി ഇത് ഉപയോഗപ്പെടുത്തുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം താങ്കൾ കണ്ടിട്ടുണ്ടോ? പോകാൻ കഴിയുന്നില്ല. ഇത്ര ക്രൂരമായ കൊലപാതകമാണല്ലോ TP ചന്ദ്രശേഖരൻ ഭാഗത്തുണ്ടായത്. അതുപോലെ സമാനമായ ക്രൂരമായ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കൊലപാതകമാണിത്. മുൻപോട്ട് പോകും, പ്രതികളെ പിടിക്കും, കയ്യാമം വെക്കും, യാതൊരു സംശയവുമില്ല. ഗവൺമെന്റ് ദയവായി വിജയകുമാർ, ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വീഴ്ചപ്പെട്ടിട്ടില്ല. വേണമെങ്കിൽ രാഷ്ട്രീയ ആരോപണം പോലീസിനെ പ്രവർത്തിക്കാൻ അനുവദിക്കും. ഡോക്ടർ B ഉമാദത്തൻ, ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർ B ഉമാദത്തൻ പറഞ്ഞു, ഗവൺമെന്റ് നിയോഗിച്ച 5-അംഗ മെഡിക്കൽ ടീം, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ 5-അംഗ ടീം കണ്ടെത്തിയിരിക്കുന്നു. ഗവൺമെന്റിനോ പോലീസിനോ ആരോഗ്യവകുപ്പിനോ വീഴ്ച പറ്റിയിട്ടില്ല. അന്വേഷണം നടക്കും. പ്രതിയെ പിടിച്ചില്ല, സത്യമാണ്. പക്ഷേ പ്രതിയെ പിടിക്കും. നമ്മുടെ ചർച്ചാ വിഷയം ജിഷയുടെ മരണമായിരുന്നില്ല. പക്ഷേ താങ്കൾ അത് കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് വീണ്ടും ചോദിക്കേണ്ടി വരുന്നു, ഇതിൽ വീഴ്ച പറ്റിയിട്ടില്ലേ? ഇതിൽ വീഴ്ച പറ്റിയിട്ടില്ല എന്ന് ആത്മാർത്ഥമായി പറയാൻ കഴിയുമോ? വിജയകുമാർ, വസ്തുതാപരമായി റെക്കോർഡുകൾ പറയുന്നത് ഇതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ്. പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട്, അതിന്റെ ഫോട്ടോഗ്രാഫി ഉണ്ട്, അതിൽ ഇൻക്വസ്റ്റിന്റെ വീഡിയോഗ്രാഫി ഉണ്ട്. ഇത് ഗവൺമെന്റ് ആക്ഷേപിക്കാൻ വേണ്ടി പറയുകയാണ്. ഞാൻ പോസ്റ്റ്മോർട്ടത്തിന്റെ ഫോട്ടോഗ്രാഫി ഉണ്ട്. ആദ്യയുടെ സാന്നിധ്യം ഇക്കാര്യത്തിൽ ആവശ്യമില്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നതല്ല, പോസ്റ്റ്മോർട്ടം വളരെ പ്രധാനപ്പെട്ട ഒരു കേസിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത് ചിത്രീകരിച്ചിട്ടുണ്ടോ? ഇവർ നടത്തുന്ന ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടല്ലോ, ചിത്രീകരിച്ചിട്ടുണ്ട്. ഇല്ല, ചിത്രീകരിച്ചിട്ടില്ല. ഇൻക്വസ്റ്റ് വീഡിയോഗ്രാഫി ഉണ്ട്. ഇൻക്വസ്റ്റ് അല്ല നമ്മൾ ചോദിക്കുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ച് നടത്തിയ ഒരു PG വിദ്യാർത്ഥിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യമാണ്. അത് ചിത്രീകരിച്ചിട്ടുണ്ടോ? അല്ല, അതിന്റെ പോസ്റ്റ്മോർട്ടത്തിന്റെ ഫോട്ടോഗ്രാഫി ഉണ്ട്. ഞാൻ ചോദിക്കുന്നതല്ല. ഒന്ന്, ഏറ്റവും വലിയ പിഴവ് അവിടെ സംഭവിച്ചു. പോസ്റ്റ്മോർട്ടം ചിത്രീകരിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം ചിത്രീകരിച്ചിട്ടില്ല തന്നെയല്ല, ആ മൃതദേഹം കത്തിച്ചു കളഞ്ഞു, അത് ദഹിപ്പിക്കുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം ചിത്രീകരിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന മൃതദേഹം സംസ്കരിച്ചിട്ടുള്ളതിന് തെറ്റില്ല എന്ന് പറയായിരുന്നു. ഒന്നത്, ദയവായി കേൾക്കൂ. ഒന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, എന്നാണ് പ്ലേസ് ഓഫ് ഒക്കറൻസ് സീൽ ചെയ്തത്? ഒരാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച വൈകുന്നേരമാണ് പ്ലേസ് ഓഫ് ഒക്കറൻസ് സീൽ ചെയ്തത്. കേട്ടുകേഴ്വിയുണ്ടോ? കേരളത്തെ പിടിച്ചുലച്ച ഒരു കൊടും കൊലപാതകത്തിൻ്റെ സംഭവം നടന്ന സ്ഥലം
ഒരാഴ്ചയ്ക്ക് ശേഷം ഞായറാഴ്ച വൈകിട്ടാണ് സീൽ ചെയ്യുന്നത് പോലീസ്. താങ്കൾ ഏതെങ്കിലും ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി ഇത്തരം ഒരു അസാധാരണമായ നടപടി കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? വിജയകുമാർ, ഇതൊക്കെ നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്തതാണ്. അതെ, എത്രയോ തവണ ചർച്ച ചെയ്തതാണ്, ശരി തന്നെയാണ്. പക്ഷേ വീണ്ടും വീണ്ടും അതിനെ ന്യായീകരിക്കാൻ വീണ്ടും വീണ്ടും ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത്. ഇല്ല വിജയകുമാർ, വിജയകുമാർ, ഇതൊക്കെ വസ്തുതാപരമായി ഉള്ള കാര്യങ്ങളാണ് വിദഗ്ധന്മാർ പറഞ്ഞിരിക്കുന്നു. ഞാനൊരു വിദഗ്ധനല്ല, എന്നെ ഒന്ന് മനസ്സിലാക്കി തന്നാൽ മതി. ഇതൊക്കെ സാധാരണമായി ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ കേരളത്തിൽ നടക്കുമ്പോൾ ഇങ്ങനെയാണോ നടക്കുന്നതെന്ന് എന്നെ ഒന്ന് ദയവായി പറഞ്ഞു മനസ്സിലാക്കി തന്നാൽ മതി. നമുക്ക് മറ്റു വിഷയത്തിലേക്ക് പോവാം, കുഴപ്പമില്ല. അല്ല, അത് വിജയകുമാർ എന്നെ കൊണ്ട് അനുവദിക്കൂടി വേണം. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ വസ്തുതാപരമായി വിദഗ്ധന്മാർ, ഡോക്ടർ ബി ഉമാദത്തൻ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനാണ്. പോസ്റ്റ്മോർട്ടം സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചോ വിദഗ്ധമായ ഫോറൻസിക് വിദഗ്ധ അഭിപ്രായം പറയാൻ കഴിഞ്ഞിട്ടുള്ള അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഇതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ ഒരു തെറ്റും കാണാനില്ല. അതുപോലെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയതിൽ ഒരു തെറ്റും കാണാനില്ല. ഈ ഗവൺമെന്റിന് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ട ശാസ്ത്രീയമായ തെളിവുകളെല്ലാം ഗവൺമെന്റിന്റെ പക്കലുണ്ട്. അത് പരിശോധിച്ച് ഇതിലെ പ്രതികളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. പോലീസ് നടത്തണം. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ അവരെ ഈ ഗവൺമെന്റ് വെറുതെ വിടില്ല, അങ്ങനെ ആരും കരുതണ്ട. പക്ഷേ ഒരു സംഭവമുണ്ടായി, അത് അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർ അവരുടെ റിപ്പോർട്ട് തരട്ടെ, അവർ പരിശ്രമിക്കട്ടെ. അതിന് മുമ്പായിട്ട് ഇതിൽ അവർ തെളിവില്ലെന്ന് പറയുക, ഇവരെല്ലാം മാറ്റം, ഇതൊന്നും ശരിയല്ല. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എല്ലാം മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ പിന്നെ മൃതദേഹം എന്താണ് വിജയകുമാർ ചെയ്യുന്നത്? പിന്നെ മൃതദേഹം എന്താ ചെയ്യുന്നത്? പോസ്റ്റ്മോർട്ടം ചെയ്തതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട്, ലാബിലുണ്ട്. ആ ദൃശ്യങ്ങൾ കഴിഞ്ഞ തവണ ഒരു 2 മാസം മുമ്പ് കേരള ഹൈക്കോടതി ഓപ്പൺ കോർട്ടിലിട്ട് പരിശോധിച്ചതിന് ശേഷമാണ് കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരണമെന്ന് പറഞ്ഞത്. ഈ കേസിൽ അത്തരം ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ എന്തെടുത്ത് കാണിക്കും കോടതിയിൽ? അതാണ് ചോദിക്കുന്നത്. എന്റെ വിജയകുമാരെ, കോടതി കാണിക്കാൻ എല്ലാം ഉണ്ട്. കോടതിയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇൻക്വസ്റ്റും എല്ലാം ഇനി പരിശോധിക്കുന്നത് കോടതിയാണ്. കോടതിയുടെ പക്കലാണ് ഇതെല്ലാം ഉള്ളത്. കോടതിക്ക് ഇത് കൈമാറി കഴിഞ്ഞാൽ പിന്നെ കോടതി പറയട്ടെ, ഇതൊന്നുമില്ല, ഇത് കോടതി പറയട്ടെ. മാധ്യമങ്ങളോ ചില രാഷ്ട്രീയ നേതാക്കന്മാരോ അല്ല ഇതിന് ശാസ്ത്രീയമായ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയേണ്ടത്. അവർക്കത് ഇത് പറയാനുള്ള വൈദഗ്ധ്യമുള്ളവരാണെങ്കിൽ പറയട്ടെ. വൈദഗ്ധ്യമില്ലാതെ 4 വോട്ട് ഈ ഇലക്ഷൻ നേടാൻ വേണ്ടി എന്തും വിളിച്ചു പറഞ്ഞ് ഈ കൊലപാതകത്തെ കൂടി എന്റെ സുഹൃത്ത് ശ്രീ മധു, ഞാൻ ക്രിമിനൽ കേസ് നടത്തുന്ന ഒരു ക്രിമിനൽ അഭിഭാഷകനാണ്. എനിക്കിതിന്റെ റെക്കോർഡ്സ് വായിച്ചാൽ മനസ്സിലാകും. ഇതുവരെ കോടതിയിൽ കൊടുത്തിട്ടുള്ള എല്ലാ റെക്കോർഡ്സിന്റെയും സർട്ടിഫിക്കറ്റ് കോപ്പി മേടിച്ച് പഠിച്ചിട്ടാ വന്നിരുന്ന ഈ വർത്തമാനം പറയണത്. താങ്കളെ പോലെ ഞാനും ഒരു അഭിഭാഷകനാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്നത്. താങ്കൾ രാഷ്ട്രീയ അങ്ങനെ അഭിഭാഷകനാണെങ്കിൽ കേസ് നടത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ താങ്കളെ പോലുള്ള ഒരാൾ ഇങ്ങനെ പറയില്ല. ഈ പോലീസ് തയ്യാറാക്കിയ എന്തെങ്കിലും രേഖകൾ താങ്കൾ പരിശോധിച്ചിട്ടുണ്ടോ? അങ്ങനെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ ഇത് പറയില്ല. അതിലേക്ക് ഈ ഘട്ടത്തിൽ പോയി എന്ന് മാത്രം. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ആർ അജിത് കുമാർ, തെരഞ്ഞെടുപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലൂടെയാണല്ലോ പ്രചാരണ രംഗം മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും ഒരു മുന്നണിക്ക് മേൽക്കൈ ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനും കഴിയില്ല. പക്ഷേ ശ്രീ മധു ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഭരണവിരുദ്ധ വികാരം എന്നത് സംസ്ഥാനത്ത് ഒട്ടുമില്ല. UDF-ന് അനുകൂലമായി ഒരു തരംഗം പല മേഖലകളിലും ദൃശ്യമാണ് എന്നും കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുന്നു. അതിലേക്ക് വരുന്നത് ഒരു സാഹചര്യം കൂടി പറയാം. ഇന്ന് ജോണി നെല്ലൂർ പറഞ്ഞത് മധ്യ കേരളത്തിൽ UDF-ന് പോരാട്ടം കടുക്കും എന്നാണ്. അഴിമതി ആരോപണം സംബന്ധിച്ച ആക്ഷേപങ്ങൾ പല സ്ഥലത്തും ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുമാണ്. ജോണി നെല്ലൂർ പറഞ്ഞതിൻ്റെ അത് വസ്തുതാപരമായി പരിശോധിക്കുമ്പോൾ ഈ അഴിമതി എന്ന വിഷയം ജനങ്ങൾക്കിടയിൽ വളരെ സജീവമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം UDF ജയിക്കണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ പോലും UDF-ന് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയോ UDF-ന് അനുകൂലമായ ഒരു തെരഞ്ഞെടുപ്പ് രംഗമോ അല്ല വരുന്നത്.
ഓരോ പ്രശ്നവും UDFന് വിരുദ്ധമാണ്, എതിരാണ്. പുറ്റിക്കൽ അപകടമായിക്കോട്ടെ, ഒടുവിൽ ജിഷയായിക്കോട്ടെ, മദ്യമായിക്കോട്ടെ, സരിതയായിക്കോട്ടെ, ഇതെല്ലാം UDF വിരുദ്ധ വികാരമാണ് ജനങ്ങളിൽ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായൊരു തരംഗം ദൃശ്യമല്ല. എന്നാൽ UDF നല്ലൊരു പോരാട്ടം കൈവരിക്കുന്നുണ്ട്. ഇവിടെ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കണം എന്ന് തീരുമാനിക്കുന്നത് BJP ആണ്, NDA ആണ്. UDF വേണോ LDF വേണോ ജയിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവരാണ്. അവർ പിടിക്കുന്ന വോട്ട് ആരുടേതാണ്, അവർ എത്ര വോട്ട് പിടിക്കും, അത് നമുക്ക് ഇതുവരെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ല. കാരണം BJPക്ക് ഇത്ര പ്രചണ്ഡമായ ഒരു പ്രചരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. BJPയുടെ ഏറ്റവും എല്ലാ ആയുധങ്ങളും പ്രയോഗിക്കുന്ന പ്രചരണം ഇപ്പോൾ നടക്കുന്നു. അവർക്ക് SNDP എന്നൊരു വലിയ അസറ്റിനെ കിട്ടിയിരിക്കുന്നു. ആ തരത്തിൽ വലിയൊരു മൂന്നാം ചേരി വളരെ ശക്തമാണെന്നൊരു പ്രതീതി സൃഷ്ടിച്ചിരിക്കുന്നു. ഈ മൂന്നാം ചേരി ഇതുവരെ 2 ചേരികളായിരുന്ന കേരളത്തിലെ വോട്ടർമാരുടെ ആരുടെയൊക്കെ വോട്ടുകൾ ഈ മൂന്നാം ചേരി നേടും. തെക്കൻ തിരുവിതാംകൂറിനെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ 12 സീറ്റ് പ്രതീക്ഷിച്ചിരിക്കുന്ന BJPക്ക് 36 സീറ്റ് എങ്ങനെ കിട്ടി? അവിടെ ഈ ജയിച്ചിടത്തൊക്കെ UDF മൂന്നാമത് പോയി. അതാണ് ജനങ്ങൾ വോട്ടർമാരുടെ മനസ്സെങ്കിൽ ഇവിടെ BJP ജയിക്കും, BJPക്ക് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ പറ്റും, അത് UDF അക്കൗണ്ടിലായിരിക്കും. എന്നാൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ LDF വോട്ടുകൾ BJPക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു സ്റ്റാൻഡേർഡൈസ് ചെയ്ത് നമുക്കൊരു ഇതുവരെ ഇല്ലാത്തൊരു പ്രതിഭാസം കേരളത്തിൽ വന്നിരിക്കുന്നത് BJPയുടെ മേൽക്കൈയാണ്, BJPയുടെ മുന്നേറ്റമാണ്, SNDPയുടെ ഇൻവോൾവ്മെൻ്റാണ്. അതിനെ എങ്ങനെ വിലയിരുത്തും, അവരുടെയൊക്കെ ആരുടെ വോട്ട് അവർ പിടിച്ചു മാറ്റും എന്നുള്ളതാണ് കൺഫ്യൂഷൻ. അപ്പോൾ അതുകൊണ്ട് അത് എന്തെന്ന് നമുക്ക് ഇപ്പോഴേ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പ്രധാനമായി ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ UDFന് അനുകൂലമായൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് കാലാവസ്ഥയല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ശ്രീ KVS ഹരിദാസ്, ഇന്ന് ജോണി നെല്ലൂർ പറഞ്ഞതിൽ ഒരു കാര്യം കൂടിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും BDJSന്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. BDJS പിടിക്കുന്ന വോട്ടുകൾ എത്ര എന്നും അത് എവിടെ നിന്നും BDJS പിടിക്കുന്നു എന്നതും വളരെ നിർണായകമാണ്. താങ്കൾ കരുതുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു കറുത്ത കുതിരയായി BDJS മാറുമെന്നോ? ഈ BDJSനൊപ്പം ആരും ഉണ്ടാവില്ല എന്നൊരു തോന്നലാണ് ഇടതുപക്ഷ മുന്നണിക്കും വലതുപക്ഷ മുന്നണിക്കും ഉണ്ടായിരുന്നത്. ആ വെള്ളാപ്പള്ളി നടേശനെയും കുടുംബത്തെയും ഏതെല്ലാം ഹീനമായ മാർഗത്തിലൂടെയാണ് അവർ രണ്ടുപേരും മാറി മാറി വേട്ടയാടിയതെന്ന് നമ്മൾ കണ്ടു. സുധീരൻ്റെയും അച്യുതാനന്ദൻ്റെയൊക്കെ നാവിൽ നിന്ന് ഉയർന്നു വന്ന പ്രസംഗങ്ങൾ സത്യത്തിൽ ഒരു സംസ്കാരശൂന്യമായ നിലയിലല്ലേ വെള്ളാപ്പള്ളിയെ വേട്ടയാടിയത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രതികാര മനോഭാവത്തോടെയാണെന്ന് ശ്രീനാരായണ സമൂഹം ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. സാധാരണ നിലയ്ക്ക് എല്ലാവരും പറയാറുണ്ട് SNDP എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളിയല്ല. പക്ഷേ പല ഭാഗത്തും ഇപ്പോൾ മധ്യ കേരളത്തിൽ പല ഭാഗത്തും ഞാൻ കണ്ടിട്ടുണ്ട് SNDPയുടെ ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ചെറുതായിട്ട് കാണേണ്ട വിഷയമല്ല അത്, അത്രമാത്രം. അതിൻ്റെ പ്രയോജനം കിട്ടുന്നത് NDAക്ക് വളരെ നമ്മൾ ചിന്തിക്കാവുന്നതിനപ്പുറത്തേക്കുള്ളൊരു മുന്നേറ്റം NDAക്ക് കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് പുറമേ നമ്മൾ കാണേണ്ടത് ഈ BDJSനൊപ്പം SNDP മാത്രമല്ല, KPMSൻ്റെ ഒരു വലിയ നിര അതിനകത്തുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റെല്ലാം. ഇപ്പോൾ വെള്ളാപ്പള്ളി സാധാരണ പറയാറുള്ള പോലെ നായാടി മുതൽ നമ്പൂരി വരെ എന്ന് പറയുന്ന ആ ഒരു സാമുദായിക ഒരു എല്ലാം കൂടിയുള്ളൊരു കൂട്ടായ്മ അത് അതിനകത്തുണ്ട്. അതിൻ്റെ ഫലം ആ പാർട്ടിക്ക് കിട്ടുന്നുമുണ്ട്. അതിന് പ്രത്യേകിച്ച് BJPയുടെയും കൂടി പിന്തുണയും കൂടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ മുന്നേറ്റം തന്നെ നടത്താൻ കഴിയും. ഇപ്പോൾ ഇന്നലെ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു ബത്തേരിയിൽ. നമ്മൾ കാണേണ്ട ഒരു ചെറിയ ചിത്രം. അവിടെ ഒരു റോഡ് ഷോയ്ക്കാണ് സുരേഷ് ഗോപി ചെന്നത്. ആ ബത്തേരി നഗരത്തെ ഇളക്കി മറിക്കുന്നതായി ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ പങ്കെടുത്തത് ജാനുവിന് വേണ്ടിയിട്ട്. CK ജാനുവിൻ്റെ രംഗപ്രവേശം അതുപോലെ കാണാതെ പോയിക്കൂടാ. വനവാസികൾക്കിടയിൽ ആദിവാസികൾക്കിടയിൽ ഇതുവരെ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ NDAക്ക് കഴിഞ്ഞിരുന്നില്ലെങ്കിൽ ഇത്തവണ കൽപ്പറ്റയിൽ വയനാട് ജില്ലയിൽ മാത്രമല്ല അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കേരളത്തിലെ മൊത്തം സമൂഹത്തിലുണ്ടാവും, പിന്നാക്ക സമൂഹത്തിലുണ്ടാവും. ഇതൊന്നും ഇപ്പോൾ ശ്രീ അജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇതിനൊരു മുൻകാലത്തെ റെക്കോർഡില്ല. എത്ര വോട്ടുണ്ടായിരുന്നു, എത്രത്തോളം വോട്ട് കിട്ടാം
എന്നൊരു റെക്കോർഡ് ഒരു രാഷ്ട്രീയ നിരീക്ഷകന്മാരുടെ കയ്യിലില്ല എന്നതാണ് വസ്തുത. പക്ഷേ ഇന്നലെ ഇന്നുമായിട്ട് ഒരു എക്സിറ്റ് പോൾ അല്ലെങ്കിൽ ഒരു പ്രീ പോൾ സർവേ വന്നിട്ടുണ്ട്. ഇടതുപക്ഷ മുന്നണിക്കാനും മുൻതൂക്കം എന്ന് പറഞ്ഞിട്ട് UDF 35 സീറ്റോ മറ്റാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, 22% വോട്ടാണ് NDAക്ക് കിട്ടുമെന്ന് പറയുന്നത്. 22% വോട്ടും 15 സീറ്റും. അത് ഒരു സൂചകമാണത് ശരിക്കും. ഇത് ആ സർവേ നടന്നത് ഒരു 5-6 ദിവസങ്ങൾക്ക് മുമ്പാകാം. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ നരേന്ദ്രമോദി കേരളത്തിലുണ്ടായിരുന്നു. നാളെ അദ്ദേഹം വീണ്ടും വരുന്നു. കേന്ദ്രമന്ത്രിമാരുടെ ഒരു വലിയ സൈന്യം തന്നെ കേരളത്തിലുണ്ട്. അപ്പോൾ ഈ NDAയുടെ പ്രചാരണത്തിന് ഇപ്പോൾ ആരെന്ത് ആക്ഷേപിച്ചാലും കേരളം കണ്ടതിൽ വെച്ച് ഇത്രയും ശക്തമായ പ്രചാരണ പരിപാടി വേറൊരാൾക്കും നടത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. NDA ഇപ്പോൾ നടത്തുന്നത് പോലെ. കഴിഞ്ഞ ഒരു 80 മുതൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കാണുന്ന ഒരാളാണ് ഞാൻ. പലപ്പോഴും പല ഭാഗത്തും എല്ലായിടത്തും എത്തിപ്പെടാൻ പോലും BJPക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ കേരളത്തിലെ മുക്കിലും മൂലയിലും BJPയുടെ പ്രവർത്തനത്തുനിന്ന് NDAയുടെ പ്രവർത്തനത്തുനിന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തെ നിയന്ത്രിക്കാൻ പോകുന്നത് അജിത്ത് സൂചിപ്പിച്ച പോലെ BJP ആയിരിക്കും, NDA ആയിരിക്കും. ആരും സംശയമില്ല അക്കാര്യത്തിൽ. ശരി, ശ്രീ NC മോഹനൻ, പരമ്പരാഗതമായി ഇടതുമുന്നണിക്കൊപ്പം നിന്നിരുന്ന സാമൂഹ്യ സംഘടനകളും അത്തരത്തിലുള്ള വിഭാഗങ്ങളുമാണ് ഇപ്പോൾ NDAയുടെ ഭാഗത്തുള്ളത്. പ്രത്യക്ഷത്തിൽ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. വലിയ തോതിലുള്ള വോട്ട് ചോർച്ച ആ മേഖലയിൽ നിന്നും ഇടതുമുന്നണിക്ക് ഉണ്ടാകുമെന്ന് താങ്കൾ ഭയപ്പെടുന്നുണ്ടോ, ആശങ്കപ്പെടുന്നുണ്ടോ? ഇപ്പോൾ എറണാകുളം ജില്ലയുടെ കാര്യം അല്ലെങ്കിൽ മധ്യ കേരളത്തിൻ്റെ കാര്യം മാത്രം പരിശോധിക്കുമ്പോൾ ആലപ്പുഴ, കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ, എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖല, താങ്കൾക്കറിയാവുന്നതുപോലെ ഇടുക്കി ജില്ലയോട് ചേർന്നുള്ള മേഖലകളിലൊക്കെ അത്തരത്തിലുള്ള സാമൂഹ്യ സംഘടനകൾക്ക് വലിയ സ്വാധീനമുള്ളതാണല്ലോ. ആ മേഖലകളിൽ നിന്നും ഈ രീതിയിലൊരു വോട്ട് ചോർച്ച ഇടതുമുന്നണി ഭയപ്പെടുന്നുണ്ടോ? യാതൊരു തരത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു ആശങ്കയും ഈ തെരഞ്ഞെടുപ്പിലില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടി ഗവൺമെൻറ് ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഇതുവരെ വന്നിട്ടുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും റിപ്പോർട്ടുകളും എല്ലാം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ശ്രീ അജിത്ത് പറഞ്ഞതുപോലെ SNDP പ്രസ്ഥാനം ഒന്നടങ്കം NDAയുടെ ഒപ്പം പോയിരിക്കുന്നു എന്നുള്ളത് തെറ്റായ ധാരണയാണ്. SNDP പ്രസ്ഥാനത്തിന് വർഷങ്ങളായി നേതൃത്വം കൊടുക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും BDJS രൂപീകരിച്ച് NDAയോടൊപ്പം പോയിരിക്കുന്നു എന്നുള്ളതാണ് ശരിയായ വിലയിരുത്തൽ. അതിൻ്റെ ഒപ്പം ശ്രീനാരായണീയ വിശ്വാസികളായിട്ടുള്ള കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളും പോയിരിക്കുന്നു. അവർ NDAയ്ക്ക് വേണ്ടി വോട്ട് രേഖപ്പെടുത്തും. അതുവഴി CPMഉം ഇടതുപക്ഷവും ദുർബലപ്പെടും, അത് കോൺഗ്രസിന് സഹായകരമാകും എന്നുള്ള വിലയിരുത്തൽ വേണമെങ്കിൽ ഒരു കവടി നിരത്തി ഗണിക്കുന്നത് പോലെ നമുക്ക് പറയാം. അത് നമ്മുടെ ഊഹാപോഹങ്ങളാണ്, നമ്മുടെ കണക്കുകൂട്ടലാണ്. യാതൊരു രാഷ്ട്രീയ അടിസ്ഥാനവുമില്ലാത്ത ഒരു കണക്കുകൂട്ടൽ മാത്രമാണത്. മൂന്നാമത്തെ സംഗതി, മധ്യ കേരളത്തിൽ ഉൾപ്പെടെ, എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെ മധ്യ കേരളത്തിലാകെ ഇടുക്കി ജില്ലയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഈ BDJS NDA സഖ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി യാതൊരു സംഭാവനകളും നൽകാൻ പോകുന്നില്ല. BJPക്ക് പരമ്പരാഗതമായി കിട്ടുന്ന രാഷ്ട്രീയ വോട്ടുകളുണ്ട്. സ്വാഭാവികമായും ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരാൾ അമരത്ത് നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ അത് താൽക്കാലിക പ്രതിഭാസമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കുറച്ചാളുകൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അംഗത്വം എടുക്കുകയും അദ്ദേഹത്തെ വിശ്വസിച്ച് അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുകയും ചെയ്യും. അത് SNDP പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ശ്രീനാരായണീയ വിശ്വാസികളല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ആ SNDP പ്രസ്ഥാനത്തിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. CPMൻ്റെ ആളുകളുണ്ട്, ഇടതുപക്ഷത്തിൻ്റെ ആളുകളുണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്. അതിൽ പരമ്പരാഗതമായി BJPയിൽ നിൽക്കുന്ന, കോൺഗ്രസിൽ നിൽക്കുന്ന ആളുകളാണ് BDJSൻ്റെ ഒപ്പം നിൽക്കുന്നത്. ഇപ്പോൾ എറണാകുളം ജില്ലയിലെ BDJSൻ്റെ ചിത്രം എടുത്തോളൂ. എനിക്ക് സാക്ഷ്യപ്പെടുത്താനാകും. അതിൻ്റെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളെല്ലാം ഒന്നുകിൽ അവർ കോൺഗ്രസ് ആയിരുന്നു, അല്ലെങ്കിൽ അവർ BJP ആയിരുന്നു, അല്ലെങ്കിൽ അവർ പ്രത്യേകിച്ച് ഒരു കക്ഷിബന്ധങ്ങളുമില്ലാതെ നിൽക്കുന്നവരായിരുന്നു. അവരൊക്കെ ആ കൂടെ പോയിട്ടുണ്ടാകും. മറ്റൊരു ഘടകം എന്താ, ഇപ്പോൾ BDJSൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു സംഘടനയാണല്ലോ യോഗക്ഷേമ സഭ. ശ്രീ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാടാണല്ലോ, അദ്ദേഹം സ്ഥാനാർത്ഥിയാണല്ലോ. യോഗക്ഷേമ സഭയിലുള്ള എല്ലാ നല്ല മനുഷ്യരും ആ കാളിദാസ ഭട്ടതിരിപ്പാടിൻ്റെ കൂടെ BDJSൻ്റെയും NDAയുടെയും ഭാഗമായി എന്ന് നമ്മളാരെങ്കിലും ധരിക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ സംഘടന തന്നെ അദ്ദേഹത്തിനെതിരായി അച്ചടക്ക നടപടി സ്വീകരിച്ചതാണ് ചരിത്രം. KPMSനെ എടുത്തോളൂ. KPMSലെ
പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളാകെ KPMSന്റെ ചില നേതാക്കൾ എടുക്കുന്ന രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായി BDJSന്റെയും NDAയുടെയും ഭാഗമാകും എന്ന് വ്യാഖ്യാനിക്കുന്നത് അടിസ്ഥാനരഹിതമാണോ? ശരി, അതാണ് അക്കാര്യത്തിലുള്ള താങ്കളുടെ വിശദീകരണം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അജിത് കുമാർ, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കുട്ടനാട് നടത്തിയ പ്രസംഗം BJPയും UDFും തമ്മിലാണ് ചില മണ്ഡലങ്ങളിലും നേരിട്ടുള്ള പോരാട്ടം നടക്കുന്നത്. ആ മണ്ഡലങ്ങളിലൊക്കെ ഇടതുമുന്നണി CPM 3ാം സ്ഥാനത്താണ്. അദ്ദേഹം കാസർഗോഡും മഞ്ചേശ്വരവും ഒക്കെ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുകയും ചെയ്തു. ഫലത്തിൽ ആ ഘട്ടത്തിൽ അരുവിക്കര മോഡൽ എന്നൊക്കെ തോന്നിയേക്കാവുന്ന തരത്തിലുള്ള പ്രസംഗമാണ് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത്. അതായിരുന്നു അദ്ദേഹം ബുദ്ധിപരമായി ലക്ഷ്യമിട്ടതും. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ അത് തിരുത്തേണ്ടി വന്നു, അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നു. അത് രാഷ്ട്രീയമായി മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയായി പോയോ? ആ പ്രസംഗം പിന്നീട് തിരിച്ചടിയായി അദ്ദേഹത്തിന് തന്നെ മാറുന്ന സാഹചര്യമാണോ നമ്മൾ കണ്ടത്? ആ നിലയ്ക്കാണോ അതിനെ വിലയിരുത്തേണ്ടത്? അതല്ലാതെ അരുവിക്കരയിൽ ഉണ്ടാക്കിയ തരത്തിലൊരു ഒരു സ്വാധീനം ആ പ്രസംഗത്തിന് ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണത്തിന്റെ കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാമോ? വിജയകുമാർ, ആദ്യം നേരത്തെ പറഞ്ഞ സുഹൃത്തിനൊരു മറുപടി പറഞ്ഞതിന് ശേഷം വിജയകുമാറിലേക്ക് വരാം. ഒന്ന്, SNDP BJP സഖ്യം, അല്ലെങ്കിൽ കാളിദാസ ഭട്ടതിരിപ്പാട് ഉൾപ്പെടെ അവരെല്ലാം ഉണ്ടാക്കിയ സഖ്യം ഒരു നിർണായക ശക്തി തന്നെയാണ്. കാരണം 1000 വോട്ട് മാറിയാൽ ഇവിടുത്തെ ഭൂരിപക്ഷം മാറുന്ന രാജ്യമാണ് കേരളം. 1000 വോട്ടിന് മണ്ഡലത്തിന് മാറിയാൽ മതി. ജിഷയുടെ മരണത്തോടെ 1000 സ്ത്രീകൾ മാറ്റിക്കുത്തിയാൽ കേരളത്തിലെ ഭരണം മാറും. അത് ആർക്കാ അറിയാൻ വയ്യാത്തത്? നമ്മൾ കണ്ണടച്ചെന്തിനാണ് ഇരുട്ടാക്കുന്നത്? ജിഷയുടെ മരണം 1000 വോട്ടുകൾ മാറ്റില്ലേ? മാറ്റും, പല മണ്ഡലങ്ങളിലും മാറ്റും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ LDF പരാജയപ്പെടാൻ കാരണം എന്താ? പിണറായി വിജയനും മദനിയും തമ്മിൽ ഒരു സ്റ്റേജ് പങ്കിട്ടു, കൈപിടിക്കുന്നതിന് ഫോട്ടോ, ഒറ്റ ഫോട്ടോയാണ് LDFന്റെ തകർത്തത്. നമ്മൾ ഈ റിയാലിറ്റി മനസ്സിലാക്കണ്ടേ? അതുകൊണ്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ SNDPക്കാരെല്ലാം വെള്ളാപ്പള്ളി കോട്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ BJP കോട്ട് ചെയ്യുന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഒരു ആര് ഭരിക്കണം, LDF ഭരിക്കണോ UDF ഭരിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള ശക്തി NDAക്കുണ്ടിപ്പോൾ. കാരണം വെള്ളാപ്പള്ളിയുണ്ട്, BJP കൂടുതൽ ശക്തമെത്തായിരിക്കുന്നു, കൂടുതൽ ജനങ്ങൾ അവരിലേക്ക് ആവാഹിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ എക്സ്പ്ലനേഷൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ വെള്ളം കുടിക്കല്ലേ? തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജയിച്ച എല്ലായിടത്തും UDF 3ാം സ്ഥാനത്തായി. എന്ത് എക്സ്പ്ലനേഷൻ? അതുകൊണ്ട് ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അടുത്തത്, ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഈ BJPയുടെയും വിജയകുമാർ രണ്ടാമത്തെ ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ കുട്ടനാട്ടിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം അത് പിന്നീട് ഒരു ഘട്ടത്തിൽ അത് UDFന് ആകപ്പാടെ ഒരു തിരിച്ചടിയായി മാറിയില്ലേ? മുഖ്യമന്ത്രി യാഥാർത്ഥ്യ ബോധത്തോടെയാണ്. കാരണം ചില മണ്ഡലങ്ങളിലെങ്കിലും യാഥാർത്ഥ്യ ബോധത്തോടെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ യാഥാർത്ഥ്യ ബോധത്തോടെ മുഖ്യമന്ത്രി പറയുമ്പോൾ എന്തിനാ കുഴപ്പത്തിലാക്കുന്ന അങ്ങനെ? കാരണം ഇവിടെ മദ്യനയം ഉൾപ്പെടെ മുഖ്യമന്ത്രിയും EM സുധീരനും തമ്മിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞ യാഥാർത്ഥ്യ ബോധത്തോടെയാണ്. ചില മണ്ഡലങ്ങളിൽ, അതായത് ഇടുക്കിയിലെ ഒരു മണ്ഡലം, അവിടുത്തെ SNDPയുടെ യൂണിയൻ പ്രസിഡന്റ് മത്സരിക്കുന്ന മണ്ഡലം, മൂവാറ്റുപുഴ മണ്ഡലം മിസ്റ്റർ തങ്കപ്പൻ മത്സരിക്കുന്ന മണ്ഡലം, സുഭാഷ് വാസു മത്സരിക്കുന്ന മണ്ഡലം, അതൊക്കെ പ്രധാനമാണ്. കേരളത്തിൽ വലിയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. അവിടെ BJDS സഖ്യം ശക്തമായ വേരോട്ടമുള്ള മണ്ഡലങ്ങളാണ്. അവിടെ കുണ്ടനാട്ടി എന്നപ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതിനെ എല്ലാവരുടെ BJP എന്തിനാ അങ്ങയുടെ മണ്ടയ്ക്ക് കുതിര കയറുന്നത്? അത് യാഥാർത്ഥ്യ ബോധത്തോടെയാണ്. അപ്പോൾ ചില മണ്ഡലങ്ങളിൽ, എല്ലാ മണ്ഡലങ്ങളിലുമില്ല, ചില പോക്കറ്റുകളിൽ SNDP BJP സഖ്യം അല്ലെങ്കിൽ BJDS സഖ്യം, ഇനി ആദ്യം വരുന്നത് ആരാണ് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അത് UDFനാണോ LDFനാണോ പോരാട്ടം കൈവരിക്കുന്നത് രണ്ടാമത്തെ കാര്യം. അപ്പോൾ അതുകൊണ്ട് അവരുടെ നിർണായക ശക്തിയാണ് ആ മണ്ഡലങ്ങളിൽ എന്ന ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവന സത്യമാണ്. അതിൻ്റെ പേരിൽ അങ്ങയുടെ മണ്ടയ്ക്ക് കുതിര കയറുന്നത് ശരിയല്ല. ശ്രീ KVS ഹരിദാസ്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ നാളെ പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിൽ വരികയാണ്. തൃപ്പൂണിത്തുറയിൽ അദ്ദേഹം പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നു. ഇന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, പ്രധാനമന്ത്രി ഈ വസ്തുതാപരമായ പിഴവ് സംഭവിച്ചു, കേരളത്തിനെയും സോമാലിയയും തമ്മിൽ താരതമ്യം ചെയ്തു തന്നെ വലിയ പിഴവാണ്, കേരളത്തിന് അത് വലിയ അപമാനമാണ്. ഒന്നത്. രണ്ട്, TP കേസിലെ CBI അന്വേഷണം സംബന്ധിച്ചുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണം തൃപ്തികരമല്ല. ഇങ്ങനെ പല കാര്യങ്ങളിലും നരേന്ദ്രമോദി കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. പറ്റിയ തെറ്റ്
ജനങ്ങളോട് പറഞ്ഞ് അതിൽ പുതിയ വിശദീകരണം നാളെ മോദി കേരളത്തിൽ വരുമ്പോഴെങ്കിലും നടത്തണം എന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ നരേന്ദ്രമോദിക്ക് വലിയ തോതിലുള്ള പിഴവ് സംഭവിച്ചിട്ടുണ്ടോ? അല്ല, ഈ സോമാലിയ എന്നുള്ള പ്രയോഗമായിരിക്കാം ഉമ്മൻചാണ്ടിയെ വല്ലാതെ വിഷമിപ്പിച്ചത്. കേരളം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എത്രത്തോളം പിന്നാക്കം പോയി എന്നുള്ള വസ്തുത നമ്മളൊക്കെ കാണേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിക്കാർ തന്നെ പറയുന്നുണ്ടല്ലോ, കഴിഞ്ഞ 5 വർഷക്കാലത്ത് ഇവിടെ ഒരു കമ്പനി തുടങ്ങിയിട്ടില്ല, ഇവിടെ വൈദ്യുതിയില്ല, പച്ചക്കറിയില്ല, അരിയില്ല, എന്തിനും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതി. തൊഴിലുണ്ടോ? അതുമില്ല. എത്രയോ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാരാണ് കേരളത്തിന് പുറത്ത് പോയിട്ട് ജീവിതം നോക്കുന്നത്. അപ്പോൾ അതിനൊക്കെ അവർക്കൊക്കെ തൊഴിലിനുള്ള അവസരം ഉണ്ടാക്കാൻ, കാർഷിക രംഗത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ, മിനിമം കുടിവെള്ളം എത്തിക്കാൻ, ഇതിനൊക്കെ എന്ത് പദ്ധതി എവിടെ ഉണ്ടായിരുന്നേ? സത്യത്തിൽ കേരളം കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, കഴിഞ്ഞ 60 വർഷത്തെ കേരളത്തിൻ്റെ ചരിത്രം എടുത്താൽ നമ്മൾ ഓരോ വർഷവും പിന്നാക്കം പോവുകയായിരുന്നു എന്നുള്ളതാണ്. ഇടത് വലത് മുന്നണികൾക്ക് അത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അത് മാത്രമാണ് നരേന്ദ്രമോദി സൂചിപ്പിച്ചത്. അതിനിപ്പോൾ ഒരു സൊമാലിയ എന്നുള്ള പദം ഉപയോഗിച്ചാണ് വിഷമമായെങ്കിൽ അത് ശരിയായിരിക്കാം. പക്ഷേ സൊമാലിയ അല്ല കേരളം എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതേ സമയത്ത് ഇവിടുത്തെ ഓരോ പ്രശ്നങ്ങളും ഓരോ ദിവസം ചെല്ലും തോറും വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അത് ഒളിച്ചു വച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കണമെന്നുള്ളതാണ് BJPയുടെ ആഗ്രഹം. അതിനുവേണ്ടി അത്തരത്തിലുള്ള പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ പല തട്ടുകൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ സ്മാർട്ട് സിറ്റിക്ക് കൊച്ചിക്ക് അംഗീകാരം കൊടുത്തില്ലേ, അമൃതനഗരം പദ്ധതി കൊടുത്തിട്ടില്ലേ, എന്തെല്ലാം പദ്ധതി കേരളം ചോദിച്ചിട്ടുണ്ടോ അതിന് മുഴുവൻ ഈ സർക്കാർ അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് കേരളത്തെ നരേന്ദ്രമോദി ഗവൺമെൻറ് കാണുന്നത്. എന്ത് സഹായം വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ അതിനനുസൃതമായിട്ടുള്ള ഒരു സഹായ വാഗ്ദാനം കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു ആക്ഷേപവും കൂടി അദ്ദേഹം സൂചിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. മറ്റൊന്ന് TP ചന്ദ്രശേഖരൻ വധക്കേസിൻ്റെ കാര്യമാണ്. അതിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ 2 വക്കീലന്മാർ അവിടെ ഉണ്ട്, ഈ ചർച്ചയിലുണ്ട്, അവർക്കറിയാമായിരിക്കും അതിനെക്കുറിച്ച്. ഒരു മർഡർ കേസിൽ ട്രയൽ നടത്തി ആൾക്കാരെ ശിക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നീട് അതേ കേസിൽ മറ്റൊരു ഏജൻസിക്ക് അന്വേഷണം നടത്താൻ പറ്റുമോ? മറ്റൊരു ട്രയൽ നടത്താൻ പറ്റുമോ? അത് സുപ്രീം കോടതിയുടെ അനവധി വിധിന്യായങ്ങളുണ്ട് അത് സംബന്ധിച്ച്. അത് TP ചന്ദ്രശേഖരൻ കേസിലും ബാധകമാണ്. ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടി പറയുന്നുണ്ടല്ലോ, TP ചന്ദ്രശേഖരൻ കേസിൽ CBI അന്വേഷണം നടത്തുന്നതിന് തടസ്സം നീക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്ന്. ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ ഇത് ഭരിച്ചിരുന്നത് ഇവർ തന്നെയല്ലേ, കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റല്ലേ, UPA ഗവൺമെൻറ്റല്ലേ? അന്ന് അവർക്കത് ചെയ്യാമായിരുന്നില്ലേ? ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വിഷയം, ഇത്തരം കേസുകളിൽ ഒരിക്കലും ഒരു അന്വേഷണം നടത്തി കോടതി വിചാരണ നടത്തി പ്രതികളെ ശിക്ഷിക്കുകയോ വിട്ടയക്കുകയോ ചെയ്താൽ പിന്നീട് അതേ കേസിൽ മറ്റൊരു അന്വേഷണ ഏജൻസി അന്വേഷണം നടത്താനോ വിചാരണ നടത്താനോ കഴിയില്ല. അല്ല, അതിൽ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഉമ്മൻചാണ്ടി പറയുന്നുണ്ടല്ലോ, മാറാട് കേസിൽ CBI അന്വേഷണം വേണമെന്നും പറഞ്ഞിട്ട് RSSും ഹിന്ദു ഐക്യവേദിയും ഒക്കെ ഒന്ന് പ്രക്ഷോഭം നടത്തിയിരുന്നു, നമ്മുടെ മുമ്പിലുണ്ട്. അന്ന് എന്തുകൊണ്ടാണ് നടക്കാതിരുന്നത്? നടത്താൻ സാധിക്കില്ല, അതാണ് നിയമപരമായ വശം. ആ വസ്തുത അംഗീകരിക്കാതെ ഇപ്പോൾ ഉമ്മൻചാണ്ടി ഇത് പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ശ്രീ പഴകുളം മധു, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി പറയണം, സമയം അതിക്രമിച്ചതുകൊണ്ട് മാത്രമാണ്. നാളെ പ്രധാനമന്ത്രി ഏതെങ്കിലും തരത്തിൽ തെറ്റേറ്റു പറയുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. സോമാലിയ പ്രയോഗം ഒരു പ്രതീകാത്മകമായി മാത്രം ഉപയോഗിച്ചതാണ്. അതിനപ്പുറത്തേക്ക് അക്കാര്യത്തിൽ ഒരു വിശദീകരണവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നാളെ ഉണ്ടാകില്ല എന്ന് BJP വ്യക്തമാക്കി കഴിഞ്ഞു. ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി. വിജയകുമാരെ, എനിക്ക് ഇത്രയും ഗവൺമെന്റിനും കോൺഗ്രസിനെതിരായി ഇത്രയും വിമർശനങ്ങൾ ഇത്രയും പേര് നടത്തിയിട്ട് ഞാൻ പറയുമ്പോൾ മാത്രം ഇടയ്ക്ക് കയറി എന്നെ തടസ്സപ്പെടുത്തുകയാണ്. എനിക്ക് പറയാൻ അവസരം തരുന്നില്ല. ഗവൺമെന്റിനെതിരായിട്ടുള്ളൊരു പ്രചരണമാണോ ഈ ചർച്ച? എനിക്ക് പറയാൻ അവസരം തരണ്ടേ? ശ്രീ പഴകുളം മധു, താങ്കൾ വസ്തുതാവിരുദ്ധമായി സംസാരിക്കരുത്. ഈ ചർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ മുഴുവൻ താങ്കൾ സംസാരിക്കുകയായിരുന്നു. താങ്കൾക്ക് ആവശ്യത്തിലധികം സമയം അക്കാര്യത്തിൽ അനുവദിച്ചിട്ടുമുണ്ട്. അല്ല, ഇപ്പോ ഞാൻ ഇത്രയും പേര് പറഞ്ഞല്ലോ, ഇത് രാഷ്ട്രീയമാണല്ലോ ശ്രീ പഴകുളം മധു, രാഷ്ട്രീയമാണ്. എല്ലാവർക്കും അവരുടെ നിലപാടുകൾ വിശദീകരിക്കുകയാണല്ലോ. വിജയകുമാരെ, മറുപടി വേണ്ടേ? വിജയകുമാരെ, 2 ഭാഗം കേൾക്കണ്ടേ? ഞാൻ ചോദിക്കല്ലോ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഈ അഴിമതിയെക്കുറിച്ചുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമാണ് ജനങ്ങളെ സ്വാധീനിക്കുന്നതെന്ന് ശ്രീ അജിത് കുമാർ പറയുകയുണ്ടായി. അത് ഞാൻ വസ്തുതാപരമായി അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ആരോപണങ്ങളെല്ലാം ഗവൺമെന്റിന്റെ തുടക്കം മുതൽ എത്രയോ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ആ
ആ തെരഞ്ഞെടുപ്പുകളെല്ലാം ജനങ്ങൾ അതെല്ലാം നിരാകരിച്ചതാണ്. ശ്രീ മധു, ദയവായി ഞാൻ ചോദിച്ചതിലേക്ക് ഒതുങ്ങുക. അഴിമതി സംബന്ധിച്ച് താങ്കൾ പ്രതികരിച്ചു കഴിഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ നാളെ ഏറ്റു പറയണം, ഇവിടെ പിഴവ് സംഭവിച്ചു എന്ന കാര്യത്തിൽ മാത്രമുള്ള ഒരു വിശദീകരണം. ദയവായി അതിൽ മാത്രം ഒതുങ്ങുക. പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള പ്രവർത്തന രീതി അനുസരിച്ച് അദ്ദേഹം അതിന് മറുപടി പറയും എന്ന് ഞങ്ങൾ തെറ്റ് ക്ഷമ പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല. സർ, അദ്ദേഹത്തിന്റെ സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരിക്കലും അദ്ദേഹം പറഞ്ഞുകൂടാത്ത വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ അത് ഒരു അന്വേഷണം പോലും നടത്താൻ അദ്ദേഹം പറഞ്ഞതാണ്. പൊതുയോഗത്തിൽ ജനലക്ഷങ്ങളെ ആണ് അത് കേട്ടിരിക്കുന്നത്. അപ്പൊ അവരോട് അദ്ദേഹം മറുത്തു പറയണം. അത് അദ്ദേഹത്തിന് പറ്റിയ വലിയ ഒരു ടാക്ടിക്കലായിട്ടുള്ള ഒരു പിശകാണ്. അതാണ് അക്കാര്യത്തിലുള്ള കോൺഗ്രസിന്റെ വിശദീകരണം. അക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ ആരോപണം എന്ന നിലയിൽ അത് ഒരു പക്ഷേ പ്രധാനമന്ത്രി ആവർത്തിച്ചേക്കാം, മുഖ്യമന്ത്രിയുടെ നിലപാടും ആവർത്തിച്ചേക്കാം. സമയം അതിക്രമിച്ചത് കൊണ്ട് മാത്രം ഈ ഘട്ടത്തിൽ ഇടപെടുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുതൽ തീവ്രമാവുകയാണ് വിഷയങ്ങളും ചർച്ചകളും എന്ന കാര്യമാണ് ഇവിടെ ഈ ഘട്ടത്തിലും പ്രസക്തമാകുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത പഴകുളം മധു, ശ്രീ ആർ അജിത് കുമാർ, ശ്രീ KVS ഹരിദാസ്, ശ്രീ NC മോഹനൻ, എല്ലാവർക്കും നന്ദി. ന്യൂസ് ടുഡേ അവസാനിക്കുന്നു.